ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ ഡെസിമൽ ഫോംസിലെ 71 പേജിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുകയും വേണം. എങ്കിൽ മാത്രമാണ് അടുത്ത വീഡിയോ എങ്ങനെയാണ് എനിക്ക് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 4 കിലോഗ്രാം ആൻഡ് 55 ഗ്രാമിനെ ഡെസിമൽ ഫോമാക്കി മാറ്റി എഴുതാനാണ്. വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. നമുക്ക് നോക്കാം. 1/10 വന്നാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് താഴെ എത്ര പൂജ്യം വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പൂജ്യമാണ് വന്നിട്ടുള്ളത്. മുകളിൽ എന്താണുള്ളത്? ഒരു സംഖ്യയാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 0.1 എന്ന് എഴുതാൻ കഴിയും. ഇനി 1/100 ആണെങ്കിലോ? താഴെ എന്തുണ്ട്? 2 പൂജ്യങ്ങളുണ്ട്. മുകളിൽ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു സംഖ്യ എഴുതിയതിനു ശേഷം ഒരു പൂജ്യം ചേർക്കുക. അതിനുശേഷമാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര സംഖ്യകൾ വന്നു? 2 സംഖ്യകൾ വന്നു. അടുത്തായി 1/1000 ആണെങ്കിൽ എന്ത് ചെയ്യും? 3 പൂജ്യങ്ങളുണ്ട്. താഴെ മുകളിൽ ഒരു സംഖ്യയാണുള്ളത്. അപ്പൊ നമ്മൾ 0.001 എന്ന് എഴുതണം. സപ്പോസ് നമുക്ക് 50 ഡിവൈഡഡ് ബൈ 1000 ആണ് തന്നിരിക്കുന്നതെങ്കിലോ? ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 3 സംഖ്യകളാണുള്ളത്. മുകളിൽ 2 സംഖ്യകളാണുള്ളത്. 0, 5. ഇപ്പൊ എത്രയായി? 2 സംഖ്യകളായി. പിന്നീട് ഒരു പൂജ്യം ഇട്ടതിന് ശേഷം ഇവിടെ പോയിന്റ് ചേർക്കും. ഇങ്ങനെ നമ്മൾ എഴുതാറില്ല, കാരണം പൂജ്യം നമ്മൾ ചേർക്കേണ്ടതില്ല. 0.05 എന്ന് മാത്രം എഴുതിയാൽ മതി, കാരണം 5ന് ശേഷം വരുന്ന പൂജ്യങ്ങൾക്ക് വാല്യൂ ഇല്ല. അതേ സ്ഥാനത്ത് ഇവിടെ 55 ഡിവൈഡഡ് ബൈ 1000 ആണെങ്കിൽ 0.055 എന്ന് എഴുതാം. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചിട്ട് വേണം ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? 4 kilograms ആൻഡ് 55 ഗ്രാംസ് എന്നാണ്. ഇവിടെ കിലോഗ്രാമിലാണുള്ളത്, ഇവിടെ ഗ്രാമിലാണുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 4 kg, 55നെ നമ്മൾ എന്ത് ചെയ്യണം? 1 kg എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും? 55 ഗ്രാമിനെ എന്ത് ചെയ്യണം? 55 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതണം. അപ്പൊ ഇവിടെ എത്രയാണ്? 3 പൂജ്യങ്ങൾ വന്നു. മുകളിൽ 2 സംഖ്യകൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4.055 കിലോഗ്രാംസ് എന്ന് എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ വിട്ടുപോയ ഭാഗങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത് മെഷേഴ്സ് ആണ്. ആ മെഷേഴ്സിനെ ഫ്രാക്ഷണൽ ഫോം ആയിട്ടും പിന്നീട് ഡെസിമൽ ഫോം ആയിട്ടും മാറ്റി എഴുതണം. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. 4 മീറ്ററും 30 സെന്റിമീറ്ററുമാണ്. അതിനെങ്ങനെ എഴുതി? 4/30/100 എന്ന് എഴുതി. 30 സെന്റിമീറ്ററാണ് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുന്നത്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 30 സെന്റിമീറ്റർ നമ്മൾ എന്ത് എഴുതി? 30/100 എന്നാക്കിയത്, കാരണം അതിനെ മീറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 30/100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.3 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? 4.3 മീറ്റേഴ്സ് എന്നായിരിക്കും. അടുത്തത് തന്നിരിക്കുന്നത് 4 മീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ ആണ്. 4/3/100 എന്ന് എഴുതാം. സെയിം ആണ്. എന്താണ്? 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അതുകൊണ്ടാണ് 3/100 എന്ന് എഴുതിയത്. മുകളിൽ 3ഉം താഴെ 100 എന്ന് വരുമ്പോൾ എന്താണ്? താഴെ 2 പൂജ്യങ്ങളുണ്ട്. മുകളിൽ ഒരു സംഖ്യകൾ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3, പിന്നീട് ഒരു പൂജ്യം ഇവിടെ ചേർത്തതിന് ശേഷം ഇടത് ഭാഗത്തായിട്ട് പോയിന്റ് ചേർക്കാം. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 4.03 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് തന്നിരിക്കുന്നത് 4 മീറ്റർ ആൻഡ് 3 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്തറിയണം? 1 മീറ്റർ എന്താണ്? 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 3നെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ എഴുതാം 4/3/1000. 3/1000 നമുക്ക് എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? എത്രയാണ്? 3 പൂജ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒരു സംഖ്യ മാത്രമാണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 പൂജ്യം ചേർക്കേണ്ടി വരും. 0.003 ചേർക്കാം. 3 കിലോഗ്രാം ആൻഡ് 200 ഗ്രാംസ്. ഇവിടെ കിലോഗ്രാമും ഗ്രാമുമാണുള്ളത്. 200 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പം നമുക്ക് എഴുതാം 3/200/1000. കാരണം എന്താണ്? 1 kg എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ഗ്രാം ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം 200/1000 എന്നാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താഴെയുള്ള 2 പൂജ്യങ്ങളും മുകളിലുള്ള 2 പൂജ്യങ്ങളും ക്യാൻസൽ ആകും. അപ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? 3/2/10 ആണ് വരുന്നത്. 2/10 പറഞ്ഞാൽ എന്താണ്? 0.2 ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3.2 കിലോഗ്രാം എന്ന് എഴുതാം. 3 കിലോഗ്രാം ആൻഡ് 250 ഗ്രാംസ്. 3/250/1000. 250ന്റെ ഒരു പൂജ്യവും 1000ന്റെ ഒരു പൂജ്യവും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 25/100 ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 സംഖ്യകളാണുള്ളത്. താഴെ 2 പൂജ്യമാണുള്ളത്. അപ്പോൾ എന്ത് എഴുതാം? 3.25 കിലോഗ്രാം എന്ന് കിട്ടും. അടുത്ത് തന്നിരിക്കുന്നത് 3 കിലോഗ്രാംസ് ആൻഡ് 25 ഗ്രാംസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/25/1000.
ഇവിടെ എന്തിനാണ് 2 സംഖ്യകളാണുള്ളത്, താഴെ 3 പൂജ്യമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ് ചേർക്കുമ്പോൾ ഒരു 0 ചേർക്കേണ്ടി വരും. അപ്പോൾ എഴുതാം 3.025 കിലോഗ്രാം. അടുത്ത ചോദ്യം വരുന്നത് 30 കിലോഗ്രാംസ് ആൻഡ് 250 ഗ്രാംസ് ആണ്. 30 250/1000 എന്ന് എഴുതാം. 250/1000 എന്ന് പറയുമ്പോൾ ഓരോ 0 ക്യാൻസൽ ചെയ്യാം. പിന്നീട് വരുന്ന 2 പൂജ്യമാണ്. അപ്പോൾ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. 30.25 കിലോഗ്രാം എന്ന് എഴുതാം. 10 ലിറ്റേഴ്സ് ആൻഡ് 750 മില്ലി ലിറ്റേഴ്സ്. ഇവിടെ എന്താണ് വരുന്നത്? മില്ലി ലിറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. 10 750/1000. 750/1000 എന്ന് പറയുമ്പോൾ ഓരോ 0 ക്യാൻസൽ ചെയ്യാം. 2 പൂജ്യം വരുമ്പോൾ എന്താണ്? 0.75. 10.75 ലിറ്റർ എന്ന ആൻസർ കിട്ടും. 10 ലിറ്റേഴ്സ് ആൻഡ് 75 മില്ലി ലിറ്റേഴ്സ്. 10.75/1000 എന്ന് എഴുതാം. ഇവിടെ 3 പൂജ്യം ഉള്ളത് കൊണ്ട് എന്താണ്? പോയിന്റ് ചേർക്കുമ്പോൾ ഒരു 0 ചേർക്കേണ്ടി വരും. അപ്പോൾ 10.075 എന്ന് എഴുതാം. അടുത്ത എന്താണ്? 10 ലിറ്റേഴ്സ് ആൻഡ് 705 മില്ലി ലിറ്റേഴ്സ്. 10 705/1000 എന്ന് എഴുതാം. ഇവിടെ 3 പൂജ്യമാണുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം 10.705 ലിറ്റർ. അവസാനമായി വരുന്നത് 100 ലിറ്റേഴ്സ് ആൻഡ് 750 മില്ലി ലിറ്റേഴ്സ് ആണ്. 100 750/1000 എഴുതാം. ഇവിടെ ഓരോ പൂജ്യങ്ങൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോവും. ബാക്കി വരുന്നത് 75/100 ആണ്. അപ്പോൾ നമുക്ക് പോയിന്റ് ചേർക്കാം. 100.75 ലിറ്റേഴ്സ് എന്ന് എഴുതാം.